സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അതേ കോളേജിലാണ് ഇപ്പോഴും, തൃശ്ശൂരിലെ ഗുരുവായൂരുള്ള ശ്രീകൃഷ്ണ കോളേജ്. അവിടെ ഇനിയും ബാക്കി കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ എപ്പിസോഡിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം കഴിവുള്ള കുട്ടികളായിരുന്നു അത്. അവരുടെ ബാക്കി കഴിവുകൾ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം നീനു. നമ്മളിവിടെ എവിടെയാണ്, നാട് എവിടെയാണ്? ഇവിടെ ഏതിനാ പഠിക്കുന്നത്? അപ്പോൾ റെഡി, തുടങ്ങാം. റെഡി, ആക്ഷൻ. എടാ അങ്ങ് പാലായിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ കാഞ്ഞിരപ്പള്ളിയിലും നല്ല ഫങ് വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയുന്ന നല്ല അച്ചായമാരെ കണ്ടിട്ടുണ്ട് ഈ സക്കീർ ഹുസൈൻ. കള്ളിക്കുന്ന മീശയും കള്ളിക്കുന്ന മീശയും പിണ്ടിക്കുരിശു മാലയും ചാർമിനാർ ഇട്ട് വാറ്റിയ നല്ല ചാർമിനാറിട്ട് വാറ്റിയ നല്ല ചാരായവും ചാരായത്തിന്റെ ചൂരുമുള്ള നല്ല വെടിപ്പ് വെടിക്കാരൻ അച്ചായന്മാര്. ആനയുടെ കൊമ്പ് വേണോ? ജീവനോടെ ചുട്ടെടുത്ത പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ, രാത്രി അതിനെ പിടിച്ച് തിന്ന, വെള്ളടിക്കാ കോഴിനത്തിന്. ജീവനോടെ റോസ്റ്റ് ചെയ്ത കടുവയുടെ കിഡ്നി വേണോ? ഒന്ന് മൂളിയാ മതി, കൊണ്ടുവന്ന് തരും നല്ല അപ്പന് പിറന്ന വെടിക്കാരൻ അച്ചായന്മാര്. കാട്ടിൽ വെച്ചിട്ട് കഥ പറ. കാട്ടിൽ വെച്ചിട്ട് എന്ത് പറ്റി? ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. നീ കാട്ടിൽ കയറി വെടിവെച്ചിട്ടില്ല, നീ വെച്ചതൊക്കെയും നാട്ടിലാണ്. നിന്നെ കണ്ടപ്പോ തൊട്ട് ഒന്ന് ഓങ്ങി വെച്ചതാ, നിനക്ക് കിട്ടുമെന്ന് പൊട്ടിക്കാൻ. എനിക്ക് അടിപൊളി. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത ആരാണ്? ഇദ്ദേഹം വരും. പേരെന്താ നമ്മളുടെ? അർച്ചന. ഇത്രയും പേര് പറഞ്ഞിട്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ? ചേടാ, ഡാൻസ് അറിയാലല്ലേ? അപ്പൊ ഒരു ഡാൻസ് ആവാം. കാച്ചിക്കോ అడి 1 ఇంచ్ 2 ఇంచ్ 3 ఇంచ్ గ్యాప్ ఎండియమ్మా அன்பே 4 ఇంచ్ 5 ఇంచ్ 6 ఇంచ్ టేప్ காட்டிடுமா என்ன குத்தம் சின்ன முத்தம் ஒன்று இச்சிண்டு வச்சாலே உடல் மொத்தம் உள்ள ரத்தம் எறும்பு பொண்ணு உச்சியில அடி 1 ఇంచ్ 2 ఇంచ్ 3 ఇంచ్ గ్యాప్ ఎండియమ్మా அன்பே 4 ఇంచ్ 5 ఇంచ్ 6 ఇంచ్ టేప్ காட்டிடுமா. അടിപൊളിയായിരുന്നു. എന്തായിരുന്നു പേര് നിങ്ങൾ പറഞ്ഞു? അർച്ചന. അർച്ചന ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കുന്നൊന്നുമില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ പെർഫോം ചെയ്യുമായിരുന്നു. ഇവിടെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇവിടുത്തെ മെയിൻ ഡാൻസർ ആണല്ലേ? കൊള്ളായിരുന്നു, നല്ലായിരുന്നു. മിക്സും നല്ല രസമുണ്ടായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. സുഗന്യ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വരും. കറക്റ്റ് പേരെന്താണ്? സുകന്യ. എവിടെയാണ് നാട്? മലപ്പുറത്ത്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? MA ബിസിനസ് എക്കണോമിക്സ് ഫസ്റ്റ്. റെഡി, ആക്ഷൻ. എടാ അങ്ങ് പാലായിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലും നല്ല ഫങ് ആയിട്ട് വെടിവെക്കുന്ന അച്ചായന്മാരെ കണ്ടിട്ടുണ്ട്. സക്കീർ ബായ്. നല്ല കള്ളിക്കുന്നൻ മീശയും അതുപോലെ നല്ല പിണ്ടിക്കുരിശ് മാലയും പിന്നെ നല്ല സാദാ ചാർമിനാറിട്ട് വാറ്റിയ നല്ല ചാരായത്തിൻ്റെ ചൂരുമുള്ള നല്ല ആണുങ്ങള് അച്ചായന്മാര്. നിനക്ക് ആനക്കൊമ്പ് വേണോ അതോ
ജീവനുള്ള കടുവയുടെ കിഡ്നിയുടെ റോസ്റ്റ് വേണോ? ഞാനൊന്ന് മൂളിയാ മതി, അപ്പ വരും, അപ്പ കൊടുന്നു തരും അച്ചായന്മാര് റോസ്റ്റ്. ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാണ്. ഉറപ്പിക്കോ? ഉറപ്പിച്ചോളാം. നീ കാട്ടിലിറങ്ങി വെടിവെച്ചിട്ടുണ്ടോ? ഇല്ല. നീ വെടിവെച്ചതെല്ലാം നാട്ടിലാ. ഞാൻ വന്നപ്പോ തൊട്ടേ ഓങ്ങി വെച്ചതാ നിനക്കിട്ടൊന്ന് തരാൻ. ഓക്കെ, മതി. താങ്ക് യു. കൊള്ളാം, നന്നായിരിക്കുന്നേ. ചെല്ലി ചെല്ലി ചെല്ലി. ഹെൽപ്പ് ചെയ്യാം. 4 പേര് പറഞ്ഞു ഡയലോഗ്. ശരിക്കും അറിയില്ല. പേരെന്താണ്? അഖിലേഷ്. അഖിലേഷ്. പിന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാനിവിടെ MA ബിസിനസ് എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ. നാട് എടപ്പാളാണ്. ഓക്കെ. അപ്പോൾ ഒരു 2 പാട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വിളിച്ച സ്ഥിതിക്ക് പാടിയാൽ. ചുമ്മാ പാടിക്കോ. तेरी नजरों में है तेरे सपनों में नाराजी, मुझे लगता है कि बातें दिल की होती लफ्जों की धोखेबाजी, तुम साथ हो या ना हो क्या फर्क है, बेदर्द थी जिंदगी बेदर्द है अगर तुम साथ हो. അടിപൊളിയായിരുന്നു. ഇതാണോ ഒരു കഴിവില്ലെന്ന് പറഞ്ഞത്? സൂപ്പറായിരുന്നു. താങ്ക് യു ഡിയർ. ഒടുവിൽ ഗുരുവിന്റെ നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ച് കിച്ചി. ആരതി, എവിടെയാണ് നാട്? തയ്യൂര്. ഏതിനാ പഠിക്കുന്നത്? ഞാൻ BA എക്കണോമിക്സ്. ഓക്കെ. അപ്പോൾ ഈ ഡയലോഗ് പഠിച്ചാണോ? ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ്. അതാണ് കോൺഫിഡൻസ്. അതിനൊരു കൈയടി കൊടുക്കുക. റെഡി? ആക്ട് ചെയ്തോ. ആക്ഷൻ. നോക്ക്, ട്രൈ ചെയ്യ്. എടാ, അങ്ങ് പാലായിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഒരുപാട്. കുഴപ്പമില്ല, അത് കൊള്ളായിരുന്നു. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. എടാ, അങ്ങ് പാലായിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഫങ് വെടിപ്പായിട്ട് വെടിവെക്കാൻ അറിയുന്ന ഒരുപാട് എണ്ണങ്ങളെ കണ്ടിട്ടുണ്ട് ഈ സക്കീർ ഭായ്. കള്ളിക്കുന്ന മീശയും പിണ്ടിക്കുരിശ് മാലയും ചാറുമിനാറിട്ട് വാട്ടിയ നാടൻ ചാരായത്തിന്റെ ശൂരമുല്ല. ശൂരമുല്ലേ? അതേത് മുല്ല? ശൂരമുല്ലേന്ന് അതെന്താണ്? എനിക്കറിയില്ല. പുതിയ വാക്കാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ശൂരുള്ള നല്ല വെടിക്കാരച്ചായന്മാര് ആനയുടെ കൊമ്പ് വേണോ, ജീവനോടെ റോസ്റ്റ് ചെയ്ത കടുവയുടെ കിഡ്നി വേണോ എന്നൊക്കെ ചോദിച്ചു കണ്ട് സക്കീർ ഹുസൈനെ കാണാൻ വരും. വേണമെന്നൊന്ന് മൂളിയാൽ മതി, അപ്പോൾ തന്നെ കൊണ്ടുവരും. ആര് കൊണ്ടുവരും? മോഹൻലാൽ കൊണ്ടുവരുമോ? എന്റെ പൊന്നോ, എങ്ങനെയല്ലോ ഊരി തരണം. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഊരി തരാം. പക്ഷെ ഭാവിയിൽ നീ എന്നെ സഹായിക്കണം. ഏറ്റോ? ആരാ കൊണ്ടുവരും? നല്ല വെടിക്കാരച്ചായന്മാര്. അത് തന്നെ. നീ കാട്ടിക്കറി വെടി വെച്ചിട്ടുണ്ടോ? നീ വെടി വെച്ചതൊക്കെ നാട്ടിൽ നിന്നെ കണ്ട പുന്നലെ ഓങ്ങി വെച്ചതാ നിനക്കിട്ടറിഞ്ഞ പൊട്ടിക്കാൻ. അപ്പൊ ശൂരമുല്ല എന്നൊരു പുതിയ വാക്ക് കൂടെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് പോവുകയാണ്. ഓക്കെ, എന്റെ കൈ വിട്. ദൈവമേ, അയാൾ കയ്യില്ലാണ്ട് പോണ്. യെസ്. അപ്പോൾ നമ്മുടെ ശൂരമുല്ലയ്ക്ക് ശേഷം അടുത്ത് വരുന്നു ജ്യോതിക. വരൂ. ജ്യോതികയുടെ കണ്ണിപ്പം വെളി വീഴും കേട്ടോ. ഇപ്പോ എന്താണ് ജ്യോതിക? തമിഴിലൊരു ജ്യോതിക ഉണ്ട്, അറിയോ? അങ്ങനെ ആ പേരാണോ ഇട്ടിരിക്കുന്നത്? അല്ലല്ല. എവിടെയാണ്? അല്ലാതെ തോന്നുന്നു. നാടെവിടെയാണ്? ചാവക്കാട് തന്നെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ MA ബിസിനസ് എക്കണോമിക്സ്. ആക്ഷൻ. അങ്ങ് പാലായില്. അങ്ങ് പാലായിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും പിന്നെ എന്റെ കാഞ്ഞിരപ്പള്ളിയിലുള്ള കാഞ്ഞിരപ്പള്ളി പോയിട്ട് വിറയ്ക്കുന്നുണ്ടോ? തണുപ്പാണോ അവിടെ? പിന്നെ മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. എടങ്ങ് പാലായിലും പിന്നെ പൂഞ്ഞാറ്റിലും പിന്നെ എന്റെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ആരാണ്? വെടിപ്പായിട്ട് വെടിയൊക്കെ അറിയുന്ന കൊറേ ആണുങ്ങൾ അച്ചായന്മാരെ നീ കണ്ടിട്ടുണ്ടായിരിക്കും. ആരെ കണ്ട്? സക്കീർ ഭായ് കണ്ടിട്ടുണ്ട്. പിന്നെ നല്ല കള്ളിക്കണ മീശി പിന്നെ എന്തോ വെടിക്കുരിശ് മാല. നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. പിണ്ടിക്കുരിശ് മാലി പിന്നെ നല്ല സാധാ ചാറിന്
ചാർമിനാറിട്ട ചാരായം മാറ്റി ചാരായം. അത് മാത്രം ചാരായത്തിന്റെ correct ആയിട്ട് പറയുന്നത്. ചാരായത്തിന്റെ ചൂരുള്ള നല്ല വെടിക്കാര അച്ചായന്മാരെ കണ്ടിട്ടുണ്ട്. സക്കീർ ഭായ്. പിന്നെ അനക്ക് ആനയുടെ കൊമ്പ് കാണാം. അനക്ക് ആനയുടെ കൊമ്പ് വേണം. ഓക്കെ. ജീവനോടെ എന്താ റോസ്റ്റ് ആക്കിയ കടുവയുടെ എന്തായിരുന്നു കിഡ്നി വേണോ? കിഡ്നിയാണോ? എനിക്കൊന്ന് മൂളിയാ മതി. കൊറേ എന്താണ് മറ്റേ വെടിക്കാരൻ അച്ചായന്മാര് എല്ലാ വെടിക്കാരൻ അച്ഛന്മാരാണോ? ആണോ? ആണ്. ഓക്കെ, എന്താ ശരി. അല്ല, തന്തയ്ക്ക് പറഞ്ഞ അച്ഛന്മാര് അന്നങ്ങ തന്തയ്ക്ക് പറഞ്ഞ അച്ചായന്മാര് കൊടുന്നിരിക്കും ഇവിടെ. ഈ കാട്ടി കയറി വെടിച്ചിട്ടുണ്ടോ? ഈ വെച്ചതൊക്കെ ഈ നാട്ടിലാ. പിന്നെന്തായിരുന്നു? അനെ കണ്ടപ്പോ പൊട്ടിക്കുന്നു തോന്നിയതാ. അണക്കിട്ടൊന്ന് പൊട്ടിക്ക. അത് മാത്രം കറക്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു. വിയർക്കുന്നില്ലേ? അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയ വല്ല സഹാറ മരുഭൂമി രസപ്പെടാ. യെസ്. അടുത്തതായിട്ട് ആതിര വരവായി പൊന്നാതിര വരവായി. ആതിര, എന്തൊക്കെയാണ് വിശേഷം? വന്നപ്പോഴേ പുരുവായിട്ട് ഒരേ ആക്ഷൻ. ഏതിലാ പഠിക്കുന്നത്? എവിടെയാണ് നാട്? റെഡി, ആക്ഷൻ. എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ്, ഇനിയെ ഡയലോഗ് വരുത്തുള്ളത്. പക്ഷെ ഭയങ്കര എക്സ്പ്രസീവ് ആണ് കേട്ടോ. കണ്ടോ, ഭയങ്കര എക്സ്പ്രസീവ്. ക്ലോസിലെ സാധനം എടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും. കണ്ടാൽ ഭ്രാന്തന്മാരാണെന്ന് തോന്നുകയേ ഇല്ല. ഇത് കാണുമ്പോൾ എനിക്ക് അവരുടെ ഇടയിലേക്ക് ഊളിയിട്ട് ചെല്ലുവാൻ തോന്നുന്നു. ആക്ടിങ് മാത്രം ആദ്യം, ഇനിയാ ഡയലോഗ്. വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. മോളെ ഒന്ന് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ വാക്ക്. തല ഇറങ്ങിയൊക്കെ പോകുന്നു. ഇത് പറഞ്ഞു കൊടുത്തേ. എടാ അങ്ങ് പാലായിലും എടാ അങ്ങ് പാലായിലും പിന്നെ പൂഞ്ഞാറ്റിലും നിന്റെ കാഞ്ഞിരപ്പള്ളിയിലും നല്ല ഫങ് ഫങ് ഫങ്. എന്താണ് കയ്യിന്നൊക്കെ എന്തോ ഈ കാണിക്കുന്നത്? പറ. ഇത്തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. അത്ര ആ ഫങ്ങിന് അത്ര ശക്തി വേണ്ട കേട്ടോ. പെട്ടെന്ന് മഴ പെയ്താന്ന് വിചാരിച്ചു. അതെ പ്രൊഡ്യൂസറെ, ഒരു ഡെറ്റോളും ഉണ്ടോ? ഫങ് ഫങ് ഒക്കെ ഒരേ ശക്തിയോടെ പറഞ്ഞു പോട്ട്. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. ചിരിക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താ ചിരിച്ചോണ്ട് തന്നെ പറഞ്ഞു. അങ്ങ് പാലായിലും എടാ അങ്ങ് പാലായിലും പിന്നെ പൂഞ്ഞാറ്റിലും നിന്റെ കാഞ്ഞിരപ്പള്ളിയിലും നല്ല ഫങ് ഫങ് ആയിട്ട് വെടിപ്പായിട്ട് വെടിവെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ സക്കീർ. നല്ല കള്ളിച്ച മീശയും പള്ളിക്കുരിശും നല്ല കളിച്ച മീശയും പിണ്ടിക്കുരിശ് മാലയും ചാർമിനാറിട്ട് മാറ്റിയ ചാരായത്തിന്റെ ചൂരുമുള്ള നല്ല വെടിവെപ്പ് അല്ല നല്ല നല്ല വെടിവെക്കുന്ന അച്ചായന്മാര്. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാനും. എനിക്ക് ആനക്കൊമ്പ് വേണോ? പിന്നെ ജീവനോടുള്ള കടുവനെ വേണോ? സോറി, നല്ല ജീവനോടുള്ള കടുവന്റെ കിഡ്നി റോസ്റ്റ് ചെയ്തത് വേണോ? ഒന്ന് മൂളിയാ മതി, ഇങ്ങ എത്തിച്ചു തരും. നല്ല കിഡ്നി ഉള്ള അപ്പന് പിറന്ന അച്ചായന്മാര് അല്ലേ? കൊഴുക്കട്ടല്ല ഊത്തപ്പം പറയുന്നത് കേള് കോച്ചാണ്. ഡയലോഗ് കിഡ്നിയുള്ള പിറന്ന അപ്പന്മാരല്ലോ. കുണ്ടിതപ്പെടാതെ കാര്യം പറ നമ്പൂരി. സോറി, നല്ല അപ്പന് പിറന്ന അച്ചായന്മാര്. നീ കാട്ടിക്കയറി വെടി വെച്ചിട്ടുണ്ടോ? നീ വെച്ചതൊക്കെ അങ്ങ് നാട്ടിൽ. പിന്നെന്തേനു? നീ വന്നപ്പോ തൊട്ട് ഞാൻ ഓങ്ങി വെച്ചതാ നിനക്കൊന്ന് തരണം. നിനക്ക് കഴിഞ്ഞില്ല. താങ്ക് യു. പാരുകടാ പുതു ആള് എവിടെ നിൽക്കാൻ പാரு. അങ്ങനെ വേണോ? അടുത്തതായിട്ട് എത്തുന്നു ശ്രീദേവി. എവിടെയാണ് ശ്രീദേവി? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല ബ്യൂട്ടിഫുൾ ചിരിയാണ്, നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ശ്രീദേവി,
ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ റെഡി, ആക്ഷൻ. കൊള്ളാം, ആക്ടിങ് കൊള്ളായിരുന്നു. പൂരാട്ടോ? അതെവിടാണ് പൂരാട്? പൂഞ്ഞാറ്റ്. എന്തുവാടാ നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. പൂഞ്ഞാറ്റിലും കാഞ്ഞിര പള്ളിയിലും വെടിവെക്കാൻ ആൾക്കറിയാം. അറിയാന്നോ അവരെ? എന്നിട്ട് പോരട്ടെ ഫ്ലാഷ് ബാക്ക് പോരട്ടെ. പാട്ട് പാടാം ഒരു 4 വരി. പാട്ട് പിന്നെ ഡാൻസ്. ഓക്കെ, ഒരു ഡാൻസ് ചെയ്യാന്ന്. ഒരു ഡാൻസ് ചെയ്ത് അവളുടെ മുമ്പിൽ ചെന്ന് ഷൈൻ ചെയ്യടാ. പോടാ. ಕಾಮನಾನ ಅಂಬಲನ ಕಾದಲಿಚ್ಚ ಪೊಂಬಲ ಕೌತು ಪುಟ್ಟು ಪೊಣಲೆನ ನಂಜು ತಾಂಗಲ ನಾ ಕಾಮನಾನ ಅಂಬಲನ ಕಾದಲಿಚ್ಚ ಪೊಂಬಲ ಕೌತು ಪುಟ್ಟು ಪೊಣಲೆನ ನಂಜು ತಾಂಗಲ నా దినము ఎంగరయే నెంజుల ఉన్న తాంగరని పకామలే పోనదాలి నొందు సాగరే అడియే ఉన్ కన్ను తట్టాళి సేవకు அடியே என் கண்ணும் கொஞ்சம் தழுப்பு இருந்தும் என் மேல இந்த வெறுப்பு ஒரு புல கேட்டு பாரு மாமன் தான் நெருப்பு അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. ഓ, കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കുന്നു, മരവിച്ചു പോയല്ലേ ആള്. ശരി സാർ. യെസ്, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഒരാൾ നമ്മളെ ഭയങ്കരമായി ചിരിപ്പിച്ചു. അദ്ദേഹം ശരിക്കും ഇവിടെ നിൽക്കേണ്ടുള്ള ആളല്ല. അയാൾ ഒരുപാട് വയലൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ്. ഋതയ്ക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നൽകുന്ന ഒരു ഉപഹാരം, ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ തന്നെ മറ്റൊരു ഉപഹാരം. കൺഗ്രാറ്റ്സ്, ബി എ ഗ്ലോബൽ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം വളരെ എനർജറ്റിക്കായിട്ട് ഗംഭീരമായി പെർഫോം ചെയ്ത നമ്മുടെ സ്വന്തം മിസ്സിനെ വിളിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. നമ്മുടെ TQ ഫുഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്, പൈതൃക രുചികൾ ഇനി ന്യൂജൻ തലമുറയ്ക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യമായി ഇവിടെ വന്ന് പെർഫോം ചെയ്ത അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അശ്വനിക്കാണ് PR കേക്ക്സ് നൽകുന്ന ഒരു നല്ല രുചിയുള്ള, ഓരോ ബൈറ്റിലും മനം നൂരുന്ന രുചിയുള്ള കേക്കാണ് PR കേക്ക്സിൻ്റെ വക. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇത്രയും സുന്ദരിമാരുടെ ഇടയിൽ നിന്ന് ഒരേ ഒരു ആൺതരിയാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്തത്. ഇവിടെ നമ്മൾ കൃഷ്ണനായി അദ്ദേഹത്തെ കാണുന്നു, മിസ്റ്റർ രാഖിൽ വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അദ്ദേഹത്തിന് ഇന്ത്യസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡേപ്പോൾ നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും നല്ല മനോഹരമായ ഒരു പാട്ട് നമുക്കായി പാടിത്തരികയും ചെയ്ത ആവണി പൊന്നു ഞാലാടുമ്പോൾ നിന്നെ ഞാൻ മയക്കില്ല. ഓക്കെ, മോൾക്ക് ഈ നമ്മുടെ ഈ മലനിരകൾ, ഹൈ റേഞ്ച് മലനിരകളിൽ നിന്ന് കൊണ്ടുവരുന്ന 1 RMS പ്രൊഡക്ട്സിൻ്റെ ഒരു ടീ പാക്കും, പിന്നെ അത് കൂടാതെ തന്നെ മാമിയ വെൽനസ് ഡയമണ്ട് ഒരു ഫേഷ്യൽ കിറ്റാണ്. ഇത് ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം ആരതി. യെസ്, കൺഗ്രാറ്റ്സ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്, ഗ്ലോബലിൻ്റെ തന്നെ മറ്റൊരു അടിപൊളി ബാഗ്, ബി എ ഗ്ലോബൽ സിറ്റിസൺ. യെസ്, അടുത്തതായിട്ട് എക്സ്പ്രഷൻ കൊണ്ട് നമ്മെ കുടുകൂടാ ചിരിപ്പിച്ച ആരാണ്? ആതിര. ആതിരയുടെ എക്സ്പ്രഷൻ ഇനിയും പല ആർട്ടിസ്റ്റുകളൊക്കെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, ഒന്നും കൂടെ ആ എക്സ്പ്രഷൻ ഒന്ന് തന്നെ, ഒന്നുകൂടെ. എപ്പോഴും വരില്ല, ചില സമയങ്ങളിലാണ്. അപ്പം
PR കേക്ക്സ് നൽകുന്ന ഒരു മനോഹരമായ കേക്കാണിത്. ഓരോ ബൈറ്റിലും മനം നുകരുന്നതാണ് കേട്ടോ. എല്ലാവരും കൂടെ കൊടുക്കണേ. ശരി, അടുത്തതായിട്ട് വേദിയിലേക്ക് വിളിക്കുന്നു ജ്യോതിക. എടാ ജ്യോതിക പോയാ? ജ്യോതിക അങ്ങ് എന്താണ് കാഞ്ഞാറ്റിലോ പൂഞ്ഞാറ്റിലൊക്കെ പോയിരുന്ന ഒരേ വിറക്കിയായിരുന്നു. ഭയങ്കര തണുപ്പെന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒരാളാണ് ഇല്ലേ? ഇപ്പം മാറിയാ വൈബ്ര്? എൻ്റെ വിയർത്തിട്ട് ഒരു പരുവായി പോയി പുള്ളി. കൈയൊക്കെ തന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ആണോ? ഓക്കെ. അപ്പോൾ TQ ഫുഡ്സ് നൽകുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. യെസ്, അടുത്തതായിട്ട് വളരെ മനോഹരമായി നമുക്കൊരു ഹിന്ദി പാട്ട് പാടിത്തന്ന മിസ്റ്റർ അഖിൽ. അഖിൽ ശരിക്കും സ്ക്രിപ്റ്റ് പഠിച്ചിരുന്നെങ്കിൽ അവൻ പെർഫോം ചെയ്തേനെ. അവൻ പാട്ട് പഠിക്കാതെ പോലും ഇത്ര മനോഹരമായിട്ട് നമുക്ക് പാട്ട് പാടി തന്നു. വേണമെങ്കിൽ ഒരു പാട്ട് കൂടെ പാടും, പക്ഷേ ഞാൻ പാടിക്കുന്നില്ല. എന്തായാലും ഡേപൂൾ നൽകുന്ന ഇന്ത്യസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡേപൂൾ നൽകുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് വളരെ മനോഹരമായി ഡാൻസ് ചെയ്ത അർച്ചനയെ വേദിയിലേക്ക് വിളിക്കുകയാണ്. അർച്ചന, കയ്യടിക്ക് ശക്തിയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് മലനിരകളിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, RMS എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്ട്സിൽ ടീ ആണിത്. സൂപ്പർ സ്ട്രോങ് ടീ ആണ്. ടീ കുടിക്കുമല്ലോ അല്ലേ? പിന്നെ അതിനേക്കാൾ അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് മാമിയ വെൽനസ് ഡയമണ്ട് ഫേഷ്യൽ കിറ്റ്, ദ അക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, ഇപ്പോൾ യെസ്. ഇനി മനോഹരമായി ഡാൻസ് ചെയ്ത മറ്റൊരാളെ വിളിക്കുകയാണ് ശ്രീദേവി. അപ്പോൾ വളരെ മനോഹരമായ 2 ഡാൻസേഴ്സിന് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനിയും പലർക്കും ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ അറിയാവുന്നുണ്ട്, പക്ഷേ അവരൊന്നും പെർഫോം ചെയ്ത് പേടിച്ച് നിന്നായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, പ്രൈസ് ഇല്ല. അപ്പോൾ ഇവർക്ക് എന്താണ് ഇന്ത്യസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപോൾ നൽകുന്ന ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. പിടിച്ചോ. യെസ്, ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൽ ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ നിന്നത് തൃശ്ശൂർ ഗുരുവായൂരിലെ അതിമനോഹരമായ ശ്രീകൃഷ്ണ കോളേജിലാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ കണ്ടോ, വളരെ മനോഹരമായ ഫുൾ എനർജിയുള്ള നല്ല ഒന്നാം തരം കുട്ടികളായിരുന്നു. അവർ വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആവണിയും ടീമിൻ്റെ മനോഹരമായ ഒരു പാട്ടുണ്ടാകും. അതുവരെ ഗുഡ് ബൈ. ഒന്നാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണ് മാലതിയേ, മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണ് മാലതിയേ, ഒന്നാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണ് മാലതിയേ, മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണ് മാലതിയേ, വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ, വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൻ വള ഞാൻ തരാം, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൻ വള ഞാൻ തരാം, കനകപ്പൻ വള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ, കനകപ്പൻ വള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ, കനകപ്പൻ വള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ, കനകപ്പൻ വള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ.